all, welcome back to my YouTube channel and this is me Nandu. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ആക്ച്വലി അത്ര ഇൻട്രസ്റ്റിംഗ് ആവില്ല, ചിലപ്പോൾ നല്ല നല്ല ബോറിംഗ് ആയിരിക്കും. ബിക്കോസ് എനിക്ക് നാളെ സീരീസ് എക്സാം, അപ്പോൾ ഞാൻ കൈൻഡ് ഓഫ് സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അതൊന്ന് റിലീഫിന് വേണ്ടിയും കൂടെ ആക്കിയാൽ ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ആൻഡ് എന്നത്തെയും പോലത്തെ അത്ര സ്ട്രെസ് ഇല്ല. ലൈക്ക് നോർമലുള്ള സ്ട്രെസ് കൊണ്ടാണ് എൻ്റെ കൈക്കിരുന്ന് വരയ്ക്കും, എന്നിട്ട് എനിക്ക് പഠിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ഇന്ന് ലീവ് എടുത്തിട്ട് പോലും വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ബിക്കോസ് ഇനി 5-6 പേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 മണിയോട് പഠിക്കാണ്ട് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ തീർന്നു. ബട്ട് വി ആർ സ്റ്റിൽ ഹാവിങ് ടൈം. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കാരണം ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാം. ബാക്കിൽ ഇത് കണ്ടു, ഇവിടെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഐ മീൻ ഓർഗനൈസിങ് ചെയ്തു, പക്ഷേ തൊട്ടപ്പുറത്തൊക്കെ കണ്ടാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പേടിക്കും. കാണിച്ചു തരാം. കണ്ടോ, ഇതേ അവസ്ഥയാണ്. അങ്ങോട്ടുള്ളതൊന്നും ഞാൻ തുറക്കുന്നില്ല, ബിക്കോസ് അതൊക്കെ തുറന്നാൽ എൻ്റെ മണ്ടക്കുള്ളി ഡ്രസ്സ് അത്രയും വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടിയിലായി ഇപ്പോൾ അങ്ങനെ കുത്തിക്കറ്റി വെച്ചേക്കാം. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ശീലമില്ല. സോ യാ, ദാറ്റ് വാസ് ടു ലോങ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്നെക്കൊണ്ട് ആക്ച്വലി കുറേ നാളോട് പഠിക്കാതെ ഇരുന്നിട്ട് ബുക്ക് എടുത്തിട്ട് അങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ ടി പി ഒന്നും പഠിക്കാറില്ല. അപ്പോൾ 12 മണിയായി, നമ്മൾ 1 മണിക്കൂർ പോലും ആയിട്ടില്ല. ഇപ്പോൾ 11 പേജ് ആയതേ ഉള്ളൂ. ആൻഡ് ഞാൻ സൗണ്ട് ഓഫ് സംസാരിക്കുന്നത് ബിക്കോസ് എല്ലാവരും ഉറങ്ങുവാണല്ലോ, നമ്മൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ എനിക്കിന്ന് സ്ട്രൈറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് ചെയ്യുമോ എന്തോ, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് മിക്കവാറും നാളെ രാവിലെ നിൽക്കില്ല കേട്ടോ. ബിക്കോസ് എന്തുവാ, ഞാൻ ഇത് പക്കയല്ല ചെയ്തേക്കുന്നത്. ഈ മുകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഉള്ളിൽ ചെയ്തിട്ടില്ല. ആൻഡ് നമ്മൾ കറക്റ്റ് എടുത്ത് ചെയ്യുവാണെങ്കിൽ ഇത് 2-3 ദിവസം നിൽക്കും. 2 ദിവസമൊക്കെ നിൽക്കും സുഖമായിട്ട്. ഐ മീൻ എയർ നനയുന്നത് വരെ അത്യാവശ്യം പോകും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേ കണ്ടോ കേളി ആയിട്ടുണ്ട്. പുറത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് നിൽക്കില്ല. ഉറങ്ങി അടിക്കുമ്പോഴത്തേക്ക് പോവും എന്തായാലും. ബട്ട് സ്റ്റിൽ ഫൺ. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് സൈബർ അറ്റാക്ക്. ഇപ്പോൾ ടൈം 4:23. ഞാനൊന്നും പഠിച്ചിട്ടില്ല. ലൈക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച്, സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങി തീരൂല, നമ്മൾ പൊട്ട്. എനിക്ക് ആക്ച്വലി ഉറക്കം വരുന്നു. അമ്മ ഉറക്കം എണീറ്റപ്പോൾ ഒരു കോഫി ഇട്ടു. ഞാൻ ആക്ച്വലി ഡെയിലി ബേസിൽ കോഫി കുടിക്കത്തില്ല. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് മിൽക്ക് കോഫി. ഞാൻ കോഫി കുടിക്കുന്ന അത്ര എക്സാം ടൈമില്ല. എക്സാം ടൈമിൽ ഞാൻ ജീവിക്കുന്നതേ കോഫിയിൽ. ഇപ്പോൾ സമയം ഞാൻ കാണിച്ചു തരാമേ, 5:56. ഇത്രയും നേരമായിട്ട് കുട്ടി എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും പഠിച്ചിട്ടില്ല. എല്ലാ തവണയും വിചാരിക്കും എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്നത് നിർത്തണം, നേരത്തെ പഠിക്കണമെന്നൊക്കെ. ഇത് കറക്റ്റ് എക്സാം ആകുമ്പോൾ പിന്നെയും തലേന്ന് അത് വൈകിട്ടായാലും പഠിക്കാൻ പോകുന്നില്ല. എത്ര കിട്ടിയാലും പഠിക്കില്ല. അയ്യോ, ഞാൻ പൊട്ടുപോയി. നമുക്കൊന്ന് ഒത്തിരി ടൈം ഉണ്ടല്ലേ. ഞാൻ നോർമലി 7:15 എണീക്കും. അപ്പോൾ ഇന്ന് നേരത്തെ 6:09. സോ ടൈമുണ്ട്.
അറിയുന്നു ചെറുതായിട്ടൊക്കെ തിരിക്കട്ടെ. എനിക്ക് ആക്ച്വലി ഫുൾ സ്ലീവ്സ് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ചൂടെടുക്കും. അതുകൊണ്ട് എനിക്ക് ഫുൾ സ്ലീവ്സ് ഇഷ്ടമല്ല. പിന്നെ ക്ലാസ്സിലെല്ലാവരും ആക്കിയപ്പോൾ ഞാനും ഫുൾ സ്ലീവ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പം എനിക്കിത് നല്ലോണം ലൈക്ക് എനിക്ക് പറ്റുമെങ്കിൽ ഇവിടെ വേണമെങ്കിലും മടക്കി വയ്ക്കും. പക്ഷേ അങ്ങനെ ആക്കിയിട്ട് ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യാറ്. പിന്നെ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് പിന്നെ ഹാഫ് സ്ലീവ് അങ്ങ് ചെയ്താൽ പോരായിരുന്നു. ശരിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഇവിടം വരെ വയ്ക്കും. ഇവിടം വരെ വെക്കുന്ന പോലും എനിക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ യൂണിഫോം ഇട്ടൊക്കെ ശീലമായി. പിന്നെ ഞാൻ ഇത്ര സ്ലീവുള്ള ഉടുപ്പ് എൻ്റെ ഉണ്ട് ആക്ച്വലി. പിന്നെ ഷോർട്ട് ഇടുമ്പോൾ എനിക്ക് ഓക്കെ ഐ പ്രിഫർ ദിസ്. യൂണിഫോം ഇട്ടങ്ങ് ശീലമായതുകൊണ്ട് ഷോർട്ട് ഇടുമ്പോഴത്തേക്ക് ഇത്രയും എൻ്റെയും ഫോൾഡ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ഇല്ല ആക്ച്വലി. എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ലൈക്ക് അതൊക്കെ റൊട്ടീനുള്ളവർക്കേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഡെയിലി എപ്പോഴേലും ഒരു തവണ ഞാൻ മോയ്സ്ചറൈസർ ഇടാറുണ്ട്. ഇങ്ങനെ കോളേജിൽ പോകാൻ വേണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ ഇടാറുണ്ട്. അല്ലാതെ പുറത്ത് പോയി വീട്ടിൽ ഇരിക്കുമ്പോൾ ഇടാറുണ്ട്. ഈ ഒരു സാധനമാണ് എൻ്റെ സ്കിൻ കെയർ. ദിസ് ഇസ് ഫ്രം ശരാബ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. അതിനുള്ള സാധനങ്ങളെല്ലാം കൊള്ളാം. ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കൂടുതലും വിത്ത് ഫാർമസി റിലേറ്റഡ് ആണ്. ഇവിടെ കിട്ടുമുണ്ട്. എനിക്ക് നാട്ടിൽ കിട്ടുമോ? ശരാബ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിവിടെ നല്ല ഇപ്പോൾ എൻ്റെ മുടിയിലൊക്കെ ഇട്ടാവും. ദിസ് ഇസ് എസ്റ്റി ലോഡർ. ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് ബാമ, പക്ഷെ ഒരു കളർ വരും നമ്മുടെ ലിപ്പിൻ്റെ pH വെച്ചിട്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേ കളർ തന്നെ. പക്ഷെ ഞാൻ ഇന്ന് ലിപ്സ്റ്റിക്ക് ഇടുക. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കളറുണ്ട്. അത് കിട്ടാനാണ് ഞാൻ കുറച്ച് പണി വിടുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് മുടി കെട്ടി വെക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കെട്ടി വയ്ക്കാൻ നോക്കുക. എൻ്റെ മുടി നല്ല ഫ്രിസ്സിയാണ്. ഞാൻ കെട്ടി വയ്ക്കാറേ ഇല്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. ഇനി നമുക്കൊരു പൊട്ടൂടെ വെക്കാം. ഇല്ലെങ്കിൽ എൻ്റെ മമ്മി എന്നെ വഴക്കുറയും. നിശയ്ക്ക് എപ്പോഴും പൊട്ടിക്കണമെന്ന്. അപ്പം ഞാൻ ഉള്ളതിലേറ്റവും ഞാൻ വെക്കാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഞാൻ വെക്കും. അപ്പോൾ ഉള്ളതിലേറ്റവും ചെറുത് നോക്കി വെക്കാം. അതൊക്കെ എൻ്റെ വലുതായിരിക്കുന്നത്. നമുക്ക് ചെറുതപ്പം ഇരുന്ന് തീർന്നെന്നോ നമുക്കത് വയ്ക്കാം. ഇന്ന് ഇച്ചിരി കൂടെ ചെറുതുണ്ട്. പക്ഷെ അതിൻ്റെ തീർന്ന്. പിന്നെ അത് വാങ്ങിക്കാൻ പോലുള്ള ഗ്യാപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ അങ്ങനെ സാധനങ്ങൾ തീർന്ന് വാങ്ങിക്കില്ല. ഞാൻ പോകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കും. എന്നുവെച്ചാൽ ഒരു സാധനം ഞാൻ 2-3 വാങ്ങിച്ച് വയ്ക്കും. പക്ഷെ തീർന്നാൽ ഞാൻ പോകാറില്ല. അതുകൊണ്ടാണ് ഞാൻ കാണുമ്പോൾ വാങ്ങിച്ച് വയ്ക്കും. ഇനി കൊണ്ടുപോകാളേക്ക് എടുക്കണം. കൊണ്ടുപോകാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ബിക്കോസ് എൻ്റെ ബുക്കൊക്കെ ഞാൻ ക്ലാസ് വെച്ചിട്ട് വരാം. അങ്ങനെ ബുക്കില്ല, 1-2 ബുക്കുണ്ട്. അത് ക്ലാസ് വെച്ചിട്ട് വരും. ബിക്കോസ് വീട്ടിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ബുക്ക് നോക്കിയൊന്നും പഠിക്കാറില്ല. അപ്പോൾ നമുക്ക് ഇടിയാവാം. ഇതെൻ്റെ ഗോ ടു വാച്ച്. ഞാൻ എവിടെ പോയാലും ഈ വാച്ചായിരുന്നു. ഞാനൊരു കസിയുടെ വിൻറ്റേജ് ഫാനാണ്. എൻ്റെ വേറൊരെണ്ണം ഉണ്ട്. പക്ഷെ അതിങ്ങനെ നോക്കി ഇരുന്ന് വാങ്ങിച്ചുകൊണ്ട് എനിക്കതങ്ങനെ എപ്പോഴും ഇടാൻ തോന്നും. ബിക്കോസ് കോളേജിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ സൂക്ഷിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ട് പോയി എവിടെയെങ്കിലും കയറി തട്ടും സ്ക്രാച്ച് ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിടാറില്ല. പെൻ വേണം. പെന്നില്ലാന്നുണ്ടെങ്കിൽ പെടും. ഞാൻ പൗച്ചൊക്കെ എന്നും കൊണ്ടുപോയിട്ടോ. ബുക്കേ കൊണ്ടുപോകാതെ ബെസ്റ്റ്. ഈ പൗച്ചെടുത്തുകൊണ്ട് പോയി ഇതിൽ പേനയില്ലായിരുന്നു. ബ്ലൂ പെൻ വെച്ച് ഞാൻ എഴുതാറ്. ഐ നീഡ് മൈ ബ്ലാക്ക് പെൻ. വേർ ഈസ് മൈ ബ്ലാക്ക്. ഒരു പെണ്ണുണ്ട്. ഞാൻ എൻ്റെ സ്ഥലത്തിന് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങുക. ഇതെൻ്റെ മാത്രം സ്ഥലം കേട്ടോ. ഈ ഹോളും ഈ റൂമും എൻ്റെതാണ്. എൻ്റെ തൊട്ടപ്പുറത്തൊരു റൂമുണ്ട്. അത് അച്ഛൻ്റെ. പക്ഷേ അവിടെ സാധനങ്ങളൊക്കെ വെച്ചേക്കാൻ വേണ്ടിയുള്ളതാണ്. അച്ഛൻ അവിടെ അല്ല കിടക്കുന്നത്. അച്ഛനും അമ്മയും താഴെ. അപ്പോൾ ആ ഹോള് ഫുള്ളി എൻ്റെതാണ്. ഇവിടെ ഒരു റൂമുണ്ട്. അത് അവൻ്റെതാണ്. എല്ലാവരും ബിസി. ഇവിടെ ആരും എല്ലാവരും പുറത്ത് കിച്ചണില്ല. എൻ്റെ വീട്ടിലൊരു സിസ്റ്റമാണ്. വീട്ടിൻ്റെ അകത്ത് ഇവരെല്ലാവരും ഓസിരി ആൾക്കാരുണ്ട്. അവർക്ക് വീട്ടിൻ്റെ അകത്ത് കുക്ക് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. സോ ഫുഡെല്ലാം പുറത്താണ് കുക്ക് ചെയ്യാറ്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കിച്ചൺ കണ്ടോ യൂസ് ചെയ്യാറില്ല. ഇപ്പം നമുക്ക് കുറച്ച് നേരം പഠിക്കാം. എന്നിട്ട് പോവാം.
എൻ്റെ ഫ്രണ്ട് കാരണം എന്നാലേ എനിക്ക് കോളേജിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുവരെ നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തൊരു വട്ടം ഇന്ന് നേരത്തെ വന്നപ്പോൾ നമുക്ക് നേരത്തെ ഇറങ്ങാം. ഹലോ, ഞാൻ വ്ളോഗ് ചെയ്തു. ആൻഡ് വ്ളോഗ് ചെയ്തതിലുണ്ട് ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്. നിന്റെ എക്സ്പീരിയൻസ് അറിയാം ഇന്നലെ തെറ്റിക്കലേ ഞാനൊരു കാര്യം ഞാനും നീയും പ്ലാൻ ചെയ്ത് ലീവ് എടുത്തേ. മിഡിൽ വീപ്പ് ഇല്ലേ, അവൻ ഇന്നലെ ലീവാണ്. ഞാൻ അത് അറിഞ്ഞില്ല. ഞാൻ ഇന്നലെ എന്നുവെച്ചാൽ ഇവനെ ഞാൻ മെരിങ്ങാന്ന് വിളിച്ചപ്പോൾ മെരിങ്ങാന്ന് പോയിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രദേശം എന്താണ് ഇവൻ അടുത്ത ദിവസം പോകുന്നത്. ബിക്കോസ് ഞാൻ ലീവ് എടുക്കാമെന്ന് വെച്ചപ്പോൾ പറഞ്ഞില്ല ഞാൻ ചിലപ്പോൾ പോകട്ടെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വെച്ച് പോയി കാണും. അങ്ങനെ വൈകിട്ട് ഞാൻ 4 മണിക്ക് എന്നത്തെ പോലെ നമ്മൾ മറ്റേ അവൻ പോയില്ലേ ഞാൻ വിളിക്കുക, അവനെ വിളിച്ച് അപ്ഡേറ്റ് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കും. അതുപോലെ ഞാൻ വിളിച്ച് അപ്ഡേറ്റ് അറിയും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ രാവിലെ ഓർക്കൊണ്ടിച്ച് അവിടെ എവിടെയൊക്കെ പോട്ടെ നീ കോളേജിൽ പോയില്ലേ ഇല്ല അപ്പം അതെന്ത്. അപ്പോൾ അത് പിന്നെ എണീച്ചപ്പോൾ മടിയെന്ന് ലിറ്ററലി അവൻ എത്ര ലീവ് ഈ സെമ്മ തുടങ്ങിയിട്ട് എടുത്തെന്ന് എനിക്ക്. ഇന്ന് ലിഫ്റ്റ് കിട്ടുമോ? കുറേ നാളെ ലിഫ്റ്റ് പോയിട്ട് ഇന്ന് ലിഫ്റ്റ് കിട്ടുമോ? ഇപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. ആരും ഇല്ലെന്നാണ് നമ്മുടെ ക്ലാസ്സിലുള്ളവർ വന്നതാണ്. ആക്ച്വലി ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ കോറിഡോറാണ്. ആക്ച്വലി നമുക്കിവിടെ ഓക്കെ എല്ലാവരും പഠിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നത്. എടാ ആ അങ്കിളിൻ്റെ ഷർട്ട് ഉണ്ടോ? ആ പോലത്തെ ഷർട്ടാണ് ഓണത്തിന് പറയുന്നത്. സെയിം പച്ചയിൽ ഈ ബ്രിഡ്ജ്. ദിസ് ഇസ് അവർ മെയിൻ സ്പോട്ട്. ഈ ബ്രിഡ്ജാണ് നമ്മുടെ ഓക്കെ. നമ്മൾ ഇപ്പോൾ ടൈം 8:08 അപ്പോൾ അല്ല 8:06. ഇനി നമ്മൾ എന്ത് പഠിക്കും? അടുത്ത 1 മണിക്കൂറിൽ എന്ത് പഠിക്കും? അല്ലെങ്കിൽ 9 എക്സാം. അപ്പോൾ അതിന് ഒരു 10 മിനിറ്റ് നമ്മൾ നിർത്തും. അടുത്തൊരു 40 മിനിറ്റിൽ എന്ത് പഠിക്കും അതായിരിക്കും നമ്മുടെയൊക്കെ പേപ്പറിൽ ഉണ്ടാകാൻ പോകുന്നത്. ലൈക്ക് അതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷൻ. ഇത് SMTP എന്ന് പറയുമ്പോൾ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതെന്ന് പറയുന്നത് ഇമെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കമാൻഡ്സ് വെച്ച് വെരിഫൈ കമാൻഡ്സും പിന്നെ പറഞ്ഞാൽ നല്ല കാര്യം ചെയ്തു. നമ്മള് ലിഫ്റ്റിൽ കയറി ഇത്ര അടഞ്ഞപ്പോൾ ഒരു മറ്റേ കൊച്ചിങ്ങനെ ഓടി വരണ വേണ്ടി ഞാൻ തുറന്നു കൊടുത്തു. ആ ഒരു നല്ല മനസ്സ്. ഞാൻ ഈ വ്ളോഗ് വല്ലതും പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കൊച്ച് കാണണം. ചിഞ്ചുവിന് നിന്നോട് ക്രഷ് അടിച്ചിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു നല്ല മനുഷ്യനാണ്. ആര് വന്നാലും ഞാൻ തുറന്നു കൊടുത്തേനെ. ഓക്കെ ഞാൻ നല്ല ചെറുക്കൻ എന്ന് രാവിലെ കണ്ടേ. തേങ്ങ പഠിക്കാൻ നമ്മുടെ കോളേജിൽ പോലീസ് വന്നേക്കുന്നു. ഇവനെ പിടിച്ചോണ്ട് പോകാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ത്രികുമാർ നോക്കൂ. ത്രികുമാർ എൻ്റെ ഗേൾ ഫ്രണ്ട് ഇരിക്കും ഇതിന്. അല്ല ഇത് മെയിനും അല്ല, എൻ്റെ മെയിൻ എന്ന് വന്നേക്കും. എൻ്റെ മെയിൻ ദോ ഇരിക്കുന്നു. ഇത് സെക്കൻഡ് ഓർ തേർഡ്. ഇത് ലാസ്റ്റ് പ്രയോറിറ്റി. കയ്യിലുണ്ടോ ഞാൻ കാര്യം പറയട്ടെ. ഇന്നത്തെ എക്സാം ഞാൻ പൊട്ടും. 12 മിനിറ്റ്. ടൈപ്സ് ഓഫ് പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഇൻഫ്രാസ്ട്രക്ചർ പെൻ ടെസ്റ്റിംഗ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ നെറ്റ്വർക്കിന് വെളിയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ അകത്തുനിന്ന് ഇൻസൈഡിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഈ വെളിയിൽ നിന്ന് വരുന്ന എന്തുമായിരിക്കും? VPN പോലത്തെ കാര്യങ്ങൾ. ഇതാണ് എൻ്റെ മെയിൻ ചിക്ക് കേട്ടോ. ഇതിൻ്റെ ഞാൻ എൻ്റെ മെയിൻ ചിക്കിനെ കാണിച്ചപ്പോൾ എൻ്റെ ഫോണൊക്കെ താഴെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ചിക്ക്. ഇത് സൈഡിൽ ഒരാൾ എല്ലാം ഉണ്ട്. ഇനി ഇതിൽ കുറച്ച് 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും വന്നിട്ടില്ല. അവരൊക്കെ ക്ലാസ് ചെയ്ത് പഠിക്കുക. നമ്മൾ പിന്നെ പഠിക്കാത്തോളം നമ്മൾ ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും എക്സാമിന് പൊട്ടുമെന്ന് മനസ്സിലായിട്ട് ഞാൻ പഠിക്കുന്നില്ല. ഇന്നലെ എന്നെ മിസ് ചെയ്തോ? അശ്വിനി നീ എന്നെ ഇന്നലെ മിസ് ചെയ്തില്ലേ? ഞാനും അശ്വിനി ഫ്ലെക്സി ആയിരുന്നു ഇന്നലെ. ചീറ്റ് ചെയ്ത് ഇന്നലെ അപ്ഡേറ്റ്സ് പറ. പിന്നെ എന്തിനാ എന്നെ വീഡിയോ കോൾ ചെയ്തത്? ഇന്നലെ ചുമ്മാ ബോറടിച്ച് ചൊറിയും കുത്തി എഴുതും. അതാണ്. അപ്പൊ ബോറടിക്കാതിരിക്കണേ ഞാൻ വേണമെന്നല്ലേ?
അല്ലേ ടൈം പാസ്. അസ്നയ്ക്ക് ബോറടിക്കാതിരിക്കണേ ഞാൻ അസ്ന ഇപ്പം ബിസി ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നൊന്നും പറയൂല. അസ്ന ഇപ്പം ഭയങ്കര വലിയ വലിയ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കും. എന്താ അക്രമം ഇല്ലാതെ ചെയ്യണമെന്നുണ്ട്. സോ ഞാൻ പാവമായതുകൊണ്ട് എന്നെ ഇവർ ഭയങ്കരമായിട്ട് വിറ്റും. ഐ മീൻ ഐ ആം എ വിറ്റും. അങ്ങനെ ഞാൻ 11:45 ചിഞ്ചുവിനെ വിളിച്ചു. അപ്പോൾ അവൻ ഫോൺ എടുത്തില്ല. എന്നിട്ട് രാവിലെ ഞാൻ ഈശ്വരോടെ പറഞ്ഞിട്ട് 7 മണിക്ക് എണീറ്റ്. എന്നിട്ട് അവനെ വിളിച്ച് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൺഫ്യൂഷനാണ്, പോണോ പോണ്ടേ, നീ പറയുന്ന പോലെ ഇരിക്കും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോണില്ല എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ അവനും പോകണ്ടേ. ഓക്കെ ബൈ. പിന്നെ ഞാൻ കിടന്നു കുറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളെ മെസ്സേജ് അയക്കുന്നവരെ ഞാൻ അങ്ങനെ ഇരുന്നു. എനിക്കെന്താ സാബു എൻ്റെതാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതെൻ്റെതാ കേട്ടോ. ഇവളുടെ ആളിന്ന് വന്നിട്ടില്ല, അവള് മുങ്ങി. എനിക്ക് വേണ്ടാത്തോണ്ട് ഇവക്ക് കൊടുക്കും. ഇതിൻ്റെ ഇടയിലുള്ള ഡിച്ചിങ്ങാണ്. ഇതിലെനിക്ക് ഒന്നും ചെയ്യണം. വിശക്കുന്നു, തലവേദന എടുക്കുന്നു, ഉറക്കം വരുന്നു. മിക്കവാറും ഞാൻ അടുത്തവർ കിടന്ന് ഉറങ്ങും. എടീ എൻ്റെ നോട്ട്ബുക്ക് എവിടെ? ഞാൻ എക്സാമിനൊക്കെ വെച്ചിട്ടില്ലേ പോയത്? ഉണ്ടോ? അല്ല, നോട്ടൊന്നും നമ്മൾ വീട്ടിൽ കൊണ്ടുവരില്ല, നമ്മളെല്ലാം ഇവിടെ വെച്ചേക്കുന്നത്. ഞങ്ങൾ ആംഗിൾസ് ഒക്കെ ക്ഷമിക്കുക. ആക്ച്വലി നമ്മൾ ക്ലാസ്സിലിരുന്നാണ് ഓരോന്ന് കാണിക്കുന്നത്. അടുത്തോട്ട് വാ. ഞങ്ങൾ കുനാഫ ചോക്ലേറ്റ് വയ്ക്കും. നാളെ വേറെ കൊണ്ടുവരാം. വേറെ കുനാഫ. കൺഫ്യൂസ് എനിക്ക് തരൂലെന്ന് പറഞ്ഞു. കണ്ടോ തുലിയല്ല മെനു വെൽവിറ്റാ. ഞങ്ങൾക്ക് ഈ സാധനം നിങ്ങളിത് കാണാം. തൊലിയല്ല എനിക്ക്. നാളെ ഞാൻ മുട്ടായി കൊണ്ടുവരും. ഇന്ന് രാവിലെ 7:30 അബ്രാം ഡി ഷൈൻ അഥവാ ചിഞ്ചു. ആ എന്ത് പറഞ്ഞാലും തൊലിയല്ലേ. ഞാൻ കണ്ട എന്നെ ആക്രമിക്കുന്നത് കണ്ടോ? ഞാനൊരു വിക്റ്റമാണ്. എനിക്ക് ചോദിക്കാനും പറയാനില്ല. ഒരു ട്രാഷ് ആക്കിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണം. തൊലി സാബുവിന് സാബു ഞാൻ തൊലികൾ കൃഷ്ണ നമ്മൾ 3 പേരാണ് ബജിക്ക് തൊലികൾ. തൊലികൾ സത്യത്തിൽ വിശപ്പ് മാറി. എൻ്റെ ഒരു ഉച്ചയ്ക്ക് ലഞ്ചുമില്ല. അല്ലേ പറയണം. ഞാൻ ഇന്നലെ സമയത്തിന് ഉറങ്ങി. എനിക്കിന്നലെ ഉറങ്ങണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് പഠിക്കാനൊന്നുമില്ല. ഞാൻ ഒന്നും പഠിച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ പോലും മാക്സിമം ഒരു 1 hour വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിലാണ്. നീങ്ങില്ല. ആരാ നീങ്ങൂല. ഇല്ല, വേസ്റ്റ് ബിൻ അതുകൊണ്ട് നമുക്ക് നീങ്ങി കൊടുത്തേക്കാം. വേസ്റ്റ് ബിൻ എടുക്കും. അങ്ങനെ നീങ്ങി തരൂ. റോസ് ഞങ്ങളെ ചതിച്ചു. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? അടുത്തതായി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് താഴത്തെ കഫറ്റേരിയ പോകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? വളരെ നല്ല പോയാലോ? കമോൺ. ഈ അവർ എപ്പോഴും മിസ് കയറി വരുമെന്ന് അറിയത്തില്ലല്ലോ. ഈ അവർ ആരാണ്? ബേസിൽ സാർ. ഓ നോ, വേണ്ട. ഓൾറെഡി ഞാൻ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ നോട്ട് ഇവിടെ വെച്ചിട്ട് പോകണ്ട. അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തില്ല. എന്നാലും നോട്ട് ഇവിടെ വെച്ചിട്ട് പോയതുകൊണ്ട്. സാബ് കംപ്ലീറ്റ് ചെയ്താടാ എൻ്റെ നോട്ട്? ഞാനിവിടെ പറഞ്ഞ അടുത്തതായി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്?
കഫറ്റേരിയയിലോട്ട് പോകുന്നതിനെ കുറിച്ച് സാബിന്റെ അഭിപ്രായം. ബജിയുടെ വീട്. നമ്മൾ അടുത്തതായി അല്ല സ്റ്റെയർ, 4th ഫ്ലോറ്, 3rd ഫ്ലോറ്, 2nd ഫ്ലോറ്, 1st ഫ്ലോറ്, സ്റ്റെയർ എടുത്ത് ലോബി ചെന്ന് ലോബിയിൽ നിന്ന് സ്റ്റെയർ എടുത്ത് അവിടെ നിന്ന് താഴെ പോയി ആൻറ്റീൻ്റെ അടുത്ത് പോയി ഓർഡർ ചെയ്തിട്ട് കഴിക്കുക. അടുത്ത മിസ് അശ്വതി മിസ്സിൻ്റെ അവർ ആയതുകൊണ്ട് നമ്മൾ കഫറ്റേരിയ പോയാൽ മിസ് എന്നെ തൂക്കിയെടുത്ത് പുറത്തറിയും. ബിക്കോസ് കഴിഞ്ഞ ദിവസം പ്രോജക്റ്റ് പറഞ്ഞ് ഞാൻ കഫറ്റേരിയ പോയിട്ട് സമയത്തിന് കയറിയില്ല, അങ്ങനെ കുറേ നേരം പുറത്ത്. പിന്നെ എത്തിക്കൽ ഹാക്കിങ് 1 hour മിസ് എനിക്ക് കട്ട് ചെയ്തു. ഞാൻ ക്ലാസ് മിസ് കട്ട് ചെയ്തില്ലായിരുന്നു, വോട്ടവർ. അതുകൊണ്ട് നമ്മൾ ഈ അവർ പോകുന്നില്ല. എനിക്ക് കട്ട്പീസില്ലെങ്കിൽ ഞാൻ പച്ചയോ നീലയോ കിട്ടും. ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ഇയറിലെ പച്ച ഇട്ടുണ്ടോ എനിക്ക് കിട്ടത്തില്ല. എനിക്ക് ആരെങ്കിലും തരുന്നില്ല. നീയാണ് എനിക്ക് തരുമെന്ന് പറഞ്ഞത്. ഇതിനെ പറ്റി വേണം ഞാൻ വെച്ച് തരാം. മറ്റേ തലേന്ന് നിൽക്കും ഒരു ഓക്കെ കൂടെ. എനിക്ക് ബോറടിയും. ഇവിടെ ഒരറ്റത്ത് സാബ് ഗെയിം കളിക്കുന്നു, ഒരറ്റത്ത് ശ്രീകുമാർ ഉറങ്ങുന്നു. ഞാൻ ഇന്നലെ ഉറങ്ങിയതുമില്ല, നാളെ എക്സാം ഉണ്ട്. ഞാനൊരു സാധനം പറഞ്ഞ് കേൾപ്പിച്ചു തരാമേ. ദീസ് ആർ മൈ കംപ്ലൈൻറ്റ്സ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു, എനിക്ക് തലവേദന എടുക്കുന്നു. ആൻഡ് സാബു സെഡ് വാട്ട്, യു ആർ പ്രഗ്നൻറ്റ്. എത്ര മാസം? 3 month പ്രഗ്നൻ്റ് ആണെന്നാണ് സാബു എനിക്കത് പറഞ്ഞത്. എനിക്കിന്ന് ഫുഡ് ആര് വാങ്ങിത്തരുമെന്നറിയോ? ചിഞ്ചു എനിക്കിന്ന് ഫുഡ് വാങ്ങിത്തരും. എൻ്റെ ഇന്നത്തെ ഫുഡ് സ്പോൺസർ ഫോർ ഷുവർ. ഇവക്ക് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും, പക്ഷേ പൈസ അവൾ കൊടുക്കും. പൈസ എൻ്റെ ഇല്ല, പറഞ്ഞ്. അല്ലെങ്കിൽ ഇന്ന് ചിഞ്ചുവിൻ്റെ ചിലവ്. യെസ്, ഇന്ന് ചിഞ്ചു ആണ് എനിക്ക് ഫുഡ് വാങ്ങി തരുന്നതെന്ന് പറഞ്ഞു ആദ്യമേ. അപ്പം പൈസ അയച്ചെന്നുണ്ടായിരുന്ന നോക്കില്ല, ഞാൻ കഴിക്കാൻ മൂടില്ല. പിന്നെ ഞാൻ പോയൊരു മുട്ട പപ്സിൽ ഒതുക്കി. 1000 രൂപ അയച്ചെന്ന് പറഞ്ഞല്ലോ. നോക്കണം, നോക്കിയില്ല. ഇഞ്ചിന് കൊടുത്തില്ല. അപ്പൊ എണ്ണ അടിച്ചില്ലേ? നാളെ അടിക്കും. എൻ്റെ ഈസോ ബാഗത്തൊന്നും ഫുഡ് ഇറങ്ങണില്ല. പതിവതാ നാളെ IDPS ഞാൻ ഒന്ന് പഠിച്ചു. ഇന്ന് ഞാനും ചിഞ്ചും കൂടെ പോയാൽ മുട്ട പപ്സ് കഴിച്ചു. അവൻ എന്തെങ്കിലും കഴിച്ചു വെച്ചേ? മുട്ട പപ്സ്. അവൻ ചോറുകൊണ്ട് വന്നില്ല. ഇല്ല, എവിടെ അമ്മ വീട്ടിൽ ഉണ്ടോ? അപ്പം അവനൊന്ന് പല്ലിൻ്റെ എന്തോ പോണം. അത് തന്നെ മറ്റേ കമ്പി ഇട്ടതല്ലേ? അതവൻ തന്നെ പോകും. ഇല്ല, ആൻറ്റീനെ പോകുന്ന വഴി എടുക്കും. വേണ്ട, വേണം മീൻ തിന്നാ ആരവും പിടിക്കും. അയ്യോ മതിയോ? മീൻ വേണം, ഇഷ്ടമല്ല മീൻ. സോ ബൈ ആൾ, ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുക. ബിക്കോസ് എനിക്കിനി നാളെ എക്സാം ഉണ്ട്. അപ്പോൾ എനിക്ക് യൂണിഫോമൊക്കെ ഊരി കളയണം, ഫ്രഷ് ആവണം. പിന്നെ നാളത്തെ എക്സാം കുറച്ച് ടാസ്ക്കാണ്. ലൈക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ പോലെയല്ല, നാളെ നല്ല ടാസ്ക്കാണ്. അപ്പോൾ അതിന് പഠിക്കണം. ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഉറക്കമൊക്കെ ഇനി നാളെ വൈകിട്ട് വന്നിട്ടായിരിക്കും മിക്കവാറും. അപ്പോൾ യാ, ദാറ്റ്സ് ഇറ്റ്. ടാറ്റ ബൈ ബൈ, സീ യു. ഇനി ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ.